മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട ഇലക്കറികളിൽ ഒന്ന് തന്നെയാണ് ചീര. ഇന്ന് ചീരയും പരിപ്പും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു തോരൻ തയ്യാറാക്കുന്നത് എന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ഉണക്കമുളക് പൊട്ടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നതാണ് ഈ തോരന്. അതുകൊണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരൽപ്പം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ തണ്ടാണ്. ചീരയുടെ തണ്ടിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് ചീരയുടെ തണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം ചീരയുടെ തണ്ട് ഒന്ന് വാടി വരണം. അതിനുശേഷം മാത്രമേ നമ്മളിതിൽ ചീര ചേർക്കാറുള്ളൂ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചീരയിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഇലക്കറികളിൽ, അങ്ങനെയാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ചിരകിയ നാളികേരമാണ്. ചിരകി വെച്ചിരിക്കുന്ന നാളികേരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചീരയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചീരയെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തുകൊണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പിലെ ജലാംശം ഒന്ന് വറ്റി വരണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. ആ ജലാംശം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചീരയും പരിപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് പരിപ്പും ചീരയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരിപ്പും ചീരയും ഇങ്ങനെ തോരൻ വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പരിപ്പും ചീരയും ചേർത്ത് വെക്കുന്ന തോരൻ മാത്രമല്ല, പരിപ്പും ചീരയും ചേർത്ത് നമ്മൾ കറി വെക്കുമ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഈ തോരനും ഒരു പ്രത്യേക രുചിയാണ്. ചീര തനിച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അതുപോലെ പരിപ്പ് തനിച്ച് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് കഴിച്ചു നോക്കൂ. നല്ല രുചിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം തന്നെയാണിത്. ഇങ്ങനെ ചീര കറി വെച്ചാൽ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചീരയും പരിപ്പും തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.